നല്ലപോലെ പഠിച്ച് പരീക്ഷ പാസ്സായി. അത് കഴിഞ്ഞ് ഇംഗ്ലീഷിൽ B.Ed പാസ്സായി. B.Ed പാസ്സായാൽ പിന്നെ നമുക്ക് ആഗ്രഹിക്കാവുന്നൊരു ജോലി എന്ന് പറയുന്നത് ഹൈസ്കൂൾ അധ്യാപകൻ്റേതാണ്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അധ്യാപകൻ്റെയാണ്. അതിന് നന്നായിട്ട് പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയവരാണ്. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് കാര്യമില്ല, നിയമനം നടക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ജില്ലയിൽ ഒരധ്യാപകനെ പോലും നിയമിക്കാതെ ലാപ്സായി പോയ റാങ്ക് ലിസ്റ്റുകളുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ആളുകൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആർക്കും പഠിപ്പിക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷ പറഞ്ഞ് ഏത് കൈതൻ്റെ മോനും പഠിപ്പിക്കാം. അതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു സവിശേഷത. ഇപ്പോൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കണമെങ്കിൽ ആ മാത്തമാറ്റിക്സിൽ BScയും പിന്നെ മാത്തമാറ്റിക്സ് B.Ed പാസ്സായ ആൾ വേണം. സോഷ്യൽ സയൻസ് പഠിപ്പിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ്. നാച്ചുറൽ സയൻസ് ആണെങ്കിലും ഫിസിക്കൽ സയൻസ് ആണെങ്കിലും അതാത് വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും വേണം. പിന്നെ അത് കൂടാതെ B.Edഉം അതേ ഡിസിപ്ലിനിൽ തന്നെ ഉണ്ടാകണം. പക്ഷേ ഇംഗ്ലീഷിന് മാത്രം അങ്ങനെ യാതൊരു നിബന്ധനയുമില്ല. പൗരസ്ത്യ ഭാഷകൾക്കൊക്കെ അതാത് വിഷയത്തിൽ തന്നെ ബിരുദം വേണം. മലയാള സാഹിത്യം മലയാളം പഠിപ്പിക്കാൻ മലയാള സാഹിത്യത്തിലും ഹിന്ദി പഠിപ്പിക്കാൻ ഹിന്ദിയിലും ബിരുദമുള്ളവർക്ക് പറ്റുള്ളൂ. പക്ഷേ ഈ മഹത്തായ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചോളം അങ്ങനെ യാതൊരു നിബന്ധനയുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.